മലപ്പുറത്തെ ശോഭായാത്രയിൽ ഗോപികമാർ ചുവടുവെക്കുന്നത് ഒരു ഒപ്പന പരിശീലകന്റെ നേതൃത്വത്തിൽ. ശോഭായാത്ര ഇന്ന് മലപ്പുറത്തിന്റെ വീഥികളെ പുളകം കൊള്ളിക്കും. ശോഭായാത്രയിൽ ഗോപികമാർ ചുവടുവെക്കുന്നതോടെ വർഷങ്ങളായുള്ള ഷിഹാബ് മാഷ് എന്ന ഒപ്പന പരിശീലകന്റെ സ്വപ്നമാണ് പൂവണിയുന്നത്. മലപ്പുറം ഇന്ത്യാനൂർ മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്നുള്ള ശോഭായാത്രയിൽ ഇത്തവണ കണ്ണഞ്ചിപ്പിക്കുക ഗോപിക നൃത്തമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കോട്ടയ്ക്കൽ വില്ലൂരിലെ ചെറുശോല വീട്ടിൽ ഷിഹാബിന് കണ്ണനു മുന്നിൽ നൃത്തമാടാൻ ഗോപികമാർക്ക് ശിക്ഷണം നൽകിയത്. ഷിഹാബാണ് ഗോപികമാർക്ക് ശിക്ഷണം നൽകിയത്. 17 വർഷമായ നൃത്താധ്യാപനത്തിൽ ആദ്യമായാണ് ശോഭായാത്രയിലെ ഗോപിക നൃത്തത്തിന് ഷിഹാബ് ചുവടൊരുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജന്മാഷ്ടമി ഷിഹാബിന് ഏറെ പ്രിയപ്പെട്ടതാണ്. 17 പെൺകുട്ടികളാണ് ഷിഹാബിന് കീഴിൽ നൃത്തം പരിശീലിച്ചത്. ഷിഹാബ് തന്നെയാണ് ക്ഷേത്ര ഭാരവാഹികളോട് ശോഭായാത്രയ്ക്ക് താൻ ഗോപിക നൃത്തം പഠിപ്പിക്കാം എന്ന് അറിയിച്ചത്. നാട്ടുകാരനായ കലാകാരന്റെ ആഗ്രഹത്തിന് ക്ഷേത്ര ഭാരവാഹികൾ തടസ്സം നിന്നില്ല. കോലാട്ടം എന്ന നൃത്തരൂപത്തിലെ ചില ഭാഗങ്ങളെടുത്ത് കൃഷ്ണഭക്തി ഗാനവും ചേർത്താണ് നൃത്തം ചിട്ടപ്പെടുത്തിയത്. 20 ദിവസം നീണ്ട പരിശീലനത്തിനൊടുവിലാണ് വീഥികൾ കീഴടക്കാൻ ഗോപികമാർ ഇന്നിറങ്ങുന്നത്. പ്രധാനമായും ഒപ്പന പരിശീലകനായാണ് ഷിഹാബ് അറിയപ്പെടുന്നത്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ബാലഗോകുലം വിവിധ പ്രദേശങ്ങളിലേക്കാണ് വ്യാപിച്ചത്. ബാലഗോകുലത്തിന് വാർഷിക ദിനം വേണമെന്നും ശ്രീകൃഷ്ണ ജയന്തി അതിനുള്ള അവസരമാണെന്നും നിർദ്ദേശമുണ്ടായി. ശോഭായാത്രകളുടെ തുടക്കം അങ്ങനെ 1977 തളി സാമൂതിരി സ്കൂളിൽ നിന്ന് തുടങ്ങി നഗരം ചുറ്റി അവിടെ തന്നെ അവസാനിച്ചു. നഗരത്തിന് പുതുമ പകർന്ന ഈ ശോഭായാത്രയാണ് പിന്നീട് സംസ്ഥാനം മുഴുവൻ ഏറ്റെടുത്തത്. 1977 ശോഭായാത്രയിൽ പങ്കെടുത്ത കുഞ്ഞുണ്ണി മാസ്റ്റർ പ്രവചിച്ചു, കേരളം ശ്രീകൃഷ്ണ ജയന്തി നാളിൽ അമ്പാടിയാവട്ടെ. ഈ പ്രവചനം വൈകാതെ സത്യമായി ഭവിച്ചു. ശ്രീകൃഷ്ണ ജയന്തി ക്ഷേത്രങ്ങളിൽ ഒതുങ്ങി നിന്ന ഒരു കാലമായിരുന്നു അത്. അന്ന് പൊതു അവധി ഉണ്ടായിരുന്നില്ല. 1978 ശ്രീകൃഷ്ണ ജയന്തി സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ച് പോസ്റ്റ് മാസ്റ്റർ ജനറൽ MM നായർ ഭഗവത്ഗീത സ്റ്റാമ്പ് പുറത്തിറക്കിയിരുന്നു. RSS ക്ഷേത്രീയ പ്രചാരക് യാദവ് റാവു ജോഷിയും പങ്കെടുത്തു. കോഴിക്കോടിന് പുറമെ സംസ്ഥാനത്തെ മറ്റു നഗരങ്ങളിലും ശോഭായാത്ര നടന്നു. 1978 ബാലഗോകുലത്തിന്റെ ചരിത്രത്തിൽ സുപ്രധാന വർഷമാണ്. പാഠ്യപദ്ധതി തയ്യാറാക്കിയതും പ്രാർത്ഥനാഗീതവും മംഗള ശ്ലോകവും തീരുമാനിച്ചതും ഈ വർഷമാണ്. പ്രശസ്ത കവി NN കക്കാടാണ് കരുണാമുരളീധാര എന്ന പ്രാർത്ഥനാഗീതം എഴുതിയത്. പ്രാർത്ഥന ചൊല്ലാനുള്ള ഒരു മത്സരം വെച്ചു. അതിൽ തളി ടാഗോർ ബാലഗോകുലത്തിലെ മഞ്ജു പാടിയ ട്യൂണാണ് അംഗീകരിക്കപ്പെട്ടത്. സർവേബി സുഖിന സന്തു എന്ന മംഗള ശ്ലോകവും അംഗീകരിച്ചു. ശോഭായാത്രയിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കെല്ലാം പ്രസാദം നൽകണമെന്ന കുഞ്ഞുണ്ണി മാസ്റ്ററുടെ നിർദ്ദേശവും സ്വീകരിക്കപ്പെട്ടു. ജന്മാഷ്ടമി ഒഴിവു ദിനമാക്കണം എന്ന ആവശ്യം 1989 സംസ്ഥാന സർക്കാർ അംഗീകരിച്ചത് ബാലഗോകുലത്തിന്റെ മറ്റൊരു നേട്ടമാണ്. അതേസമയം സംസ്ഥാനത്താകെ ആർഭാടങ്ങൾ ഒഴിവാക്കി ഭക്തിസാന്ദ്രമായിട്ടായിരിക്കും ഇത്തവണത്തെ ശോഭായാത്ര. എല്ലാ സ്ഥലങ്ങളിലും ശോഭായാത്ര ആരംഭിക്കുമ്പോൾ വയനാട് ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അനുശോചന സന്ദേശം വായിക്കും. ശോഭായാത്രയിൽ പങ്കെടുക്കുന്നവരെല്ലാം വയനാട് സ്നേഹനിധി സമർപ്പണം ചെയ്യുമെന്ന് ബാലഗോകുലം സംസ്ഥാന അധ്യക്ഷൻ R പ്രസന്നകുമാർ, പൊതുകാര്യദർശി KN സജികുമാർ എന്നിവർ അറിയിച്ചു. പരിസ്ഥിതിയും ദേശീയതയും ഒരുപോലെ പ്രകാശിപ്പിക്കുന്ന പുണ്യമീ മണ്ണ് പവിത്രമീ ജന്മം എന്നതായിരിക്കും ഇത്തവണത്തെ ശ്രീകൃഷ്ണ ജയന്തി സന്ദേശം. ഗുരുവായൂരിൽ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ഗുരുവായൂരപ്പന്റെ പിറന്നാൾ ദിനത്തിൽ 9 മണിക്ക് പ്രസാദമൂട്ട് ആരംഭിച്ചു. ഗുരുവായൂരപ്പന് നിവേദിച്ച പാൽപായസം ഉൾപ്പെടെയുള്ള വിശേഷാൽ പ്രസാദമൂട്ടാണ് അഷ്ടമി രോഹിണി നാളിലെ പ്രത്യേകത. വൈകിട്ട് മികച്ച കലാപരിപാടികൾക്കും ഗുരുവായൂർ വേദിയാകും. ന്യൂസ് ഡെസ്ക് കർമാനൂസ്.